ഇന്ത്യ 100 കോടി സ്വപ്നങ്ങളുടെ നാട്. എന്നാൽ ഈ തിളക്കമുള്ള നഗരങ്ങൾക്കും മാളുകൾക്കുമപ്പുറം സൂര്യപ്രകാശം മണ്ണിൽ വീഴാൻ മടിക്കുന്ന നിബിഡ വനങ്ങളുടെ ഉള്ളിൽ മറ്റൊരിന്ത്യയുണ്ട്. അത് മറക്കപ്പെട്ടവരുടെ ഇന്ത്യയാണ്. 50 വർഷത്തിലേറെയായി ഈ കാടുകളിൽ ഒരു പ്രേതമലയുന്നുണ്ട്. നക്സൽബാരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വിശക്കുന്നവന്റെ വയറ്റിൽ വളർന്ന് ചൈനീസ് വിപ്ലവകാരിയുടെ വാക്കുകളിൽ ആയുധമണിഞ്ഞൊരു പ്രേതം. ഇത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഭ്യന്തര യുദ്ധത്തിന്റെ കഥയാണ്. ഇത് ചുവന്ന ഇടനാഴിയുടെ കഥയാണ്. വർഷം 1967. പശ്ചിമബംഗാളിലെ വായുവിൽ തേയിലയിലകളുടെ ഗന്ധത്തിനൊപ്പം അനീതിയുടെ കയ്പുമുണ്ടായിരുന്നു. ഹിമാലയത്തിന്റെ താഴ്വരയിൽ നക്സൽഭായി എന്നൊരു ഗ്രാമം. അവിടെ ബിമൽ കുജൂർ എന്നൊരു ആദിവാസി യുവാവ് തനിക്ക് കോടതി അനുവദിച്ച മണ്ണിൽ കലപ്പയുമായി ഇറങ്ങി. എന്നാൽ നിയമം ജന്മിയുടേതായിരുന്നു. ബിമൽ മർദ്ദിക്കപ്പെട്ടു. അവന്റെ രക്തം ആ മണ്ണിൽ വീണു. പക്ഷേ ഇത്തവണ നിശബ്ദതയുണ്ടായില്ല. വിപ്ലവത്തിന്റെ കനലുമായി 3 പേർ അവിടെ ഉദിച്ചുയർന്നു: ചാരു മജുംദാർ, കാനു സന്യാൽ, ജംഗിൾ സാന്താൾ. അധികാരം ലഭിക്കുന്നത് കോടതി മുറികളിലൂടെയല്ല, തോക്കിൻകുഴലിലൂടെയാണെന്ന് അവർ ഗ്രാമീണരോട് പറഞ്ഞു. 1967 മെയ് മാസത്തിൽ ആ കർഷകർ ആയുധമെടുത്തു. ജന്മികളുടെ ഗോഡൌണുകൾ തകർത്തു. ഭൂമിയുടെ ആധാരങ്ങൾ കത്തിച്ചു. ഇന്ത്യയൊട്ടാകെ ഈ വാർത്ത പടർന്നു. നക്സലിസം എന്ന വാക്ക് ജനിച്ചു. നക്സൽബാരിയിലെ തീ ഗ്രാമത്തിലൊതുങ്ങി നിന്നില്ല. അത് കൊൽക്കത്തയിലെ ബുദ്ധിജീവികളിലേക്കും വിദ്യാർത്ഥികളിലേക്കും പടർന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കലാലയങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾ ഉപേക്ഷിച്ച് കാടുകളിലേക്ക് മടങ്ങി. അവർ മാവോയുടെ റെഡ് ബുക്ക് നെഞ്ചോട് ചേർത്തു. എന്നാൽ സർക്കാർ ഇതിനെ നിസ്സാരമായി കണ്ടില്ല. സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ഭരണകൂടവും 1975 അടിയന്തരാവസ്ഥയും പ്രസ്ഥാനത്തെ ക്രൂരമായി അടിച്ചമർത്തി. 1972 ജൂലൈയിൽ ചാരു മജുംദാർ പോലീസ് തടങ്കലിൽ വെച്ച് കൊല്ലപ്പെട്ടു. വിപ്ലവം അവസാനിച്ചു എന്നെല്ലാവരും കരുതി. പക്ഷേ അതവസാനിക്കുകയായിരുന്നില്ല, മറിച്ച് വേരുകൾ ആഴ്ത്തുകയായിരുന്നു. ബംഗാളിലെ തീ കുറഞ്ഞപ്പോൾ അത് ആന്ധ്രാപ്രദേശിലെ തെലങ്കാന മേഖലയിലും ബീഹാറിലും ആളിപ്പടർന്നു. കൊണ്ടപ്പള്ളി സീതാരാമയ്യ രൂപീകരിച്ച പീപ്പിൾസ് വാർ ഗ്രൂപ്പ് PWG പുതിയൊരു യുദ്ധതന്ത്രം ആവിഷ്കരിച്ചു. ജാതിവിവേചനം ശക്തമായ ബീഹാറിലെയും ആന്ധ്രയിലെയും ദലിതർക്കും ആദിവാസികൾക്കും നക്സലേറ്റുകൾ രക്ഷകരായി തോന്നി. കാടുകളിൽ അവർ ജനകീയ കോടതികൾ സ്ഥാപിച്ചു. വനം കൊള്ളക്കാരെയും അനീതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെയും അവർ ശിക്ഷിച്ചു. ഈ കാലയളവിൽ നക്സലിസം കേവലമൊരു സമരമല്ലാതെ ഒരു സമാന്തര ഭരണകൂടമായി മാറി. മുന്നോട്ടു പോകും മുൻപ് ഒരപേക്ഷയാണ്. നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2004 സെപ്റ്റംബർ 21 ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസം. ചിതറിക്കിടന്ന നക്സൽ സംഘങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു. PWGയും MCCയും ലയിച്ച് CPI മാവോയിസ്റ്റ് രൂപീകൃതമായി. അതോടെ ഇന്ത്യയുടെ നട്ടെല്ലിലൂടെ ഒരു ചുവന്ന വര രൂപപ്പെട്ടു. ഇതിനെ റെഡ് കോറിഡോർ എന്ന് വിളിച്ചു. നേപ്പാൾ അതിർത്തിയിൽ നിന്ന് തുടങ്ങി ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ വഴി ആന്ധ്ര വരെ നീളുന്ന ഒരു സായുധ മേഖല. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇതിനെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാഭീഷണി എന്ന് വിശേഷിപ്പിച്ചു. യുദ്ധം മുറുകി. മാവോയിസ്റ്റുകൾ ഗറില്ലാ യുദ്ധമുറകളിൽ വിദഗ്ധരായി. 2010 ഏപ്രിൽ 6 ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ CRPF ജവാന്മാർ വലിയൊരു കെണിയിലകപ്പെട്ടു. 76 ജവാന്മാരാണ് ആ ഒറ്റ ദിവസം വീരമൃത്യു വരിച്ചത്. ഇന്ത്യ നടുങ്ങിപ്പോയി. തുടർന്ന് സർക്കാർ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ആരംഭിച്ചു. കാടുകൾ യുദ്ധക്കളമായി. ഇതിനിടയിൽ സാധാരണക്കാരായ ആദിവാസികൾ 2 വശത്തുനിന്നും ആക്രമിക്കപ്പെട്ടു. മാവോയിസ്റ്റുകൾ അവരെ ഇൻഫോർമർമാർ എന്ന് വിളിച്ചു ശിക്ഷിച്ചു. സൈന്യം അവരെ മാവോയിസ്റ്റുകൾ എന്ന് സംശയിച്ചു സംരക്ഷിച്ചു. മാവോയിസ്റ്റുകളെ നേരിടാൻ സർക്കാർ പരീക്ഷിച്ച ഏറ്റവും വിവാദപരമായ പദ്ധതിയായിരുന്നു സൽവാജുദോം. ആദിവാസികളെ ആയുധമണിയിച്ച് അവർക്കിടയിൽ തന്നെ പോരാട്ടം തുടങ്ങുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സഹോദരൻ സഹോദരനെ കൊന്നു. ഗ്രാമങ്ങൾ ശൂന്യമായി. ഒടുവിൽ സുപ്രീം കോടതി ഈ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് നിരോധിച്ചു. എന്നാൽ ആ മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല.
എന്തുകൊണ്ടാണ് മാവോയിസ്റ്റ് പ്രസ്ഥാനം പതുക്കെ തകരാൻ തുടങ്ങിയത്? ഉത്തരം വികസനമാണ്. കാടിനുള്ളിൽ റോഡുകൾ വന്നു, മൊബൈൽ ടവറുകൾ ഉയർന്നു, ജനങ്ങൾക്കിടയിൽ മാവോയിസ്റ്റുകൾക്ക് ലഭിച്ചിരുന്ന സ്വാധീനം കുറയാൻ തുടങ്ങി. കൂടാതെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സുരക്ഷാസേനകൾ കാടിനുള്ളിൽ ശക്തമായ സാന്നിധ്യമുറപ്പിച്ചു. ഡ്രോണുകളും സാറ്റലൈറ്റ് ഇമേജറിയും അവരുടെ ഒളിതാവളങ്ങൾ ഇല്ലാതാക്കി. പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെടുകയോ പ്രായം കാരണം പിന്മാറുകയോ ചെയ്തതോടെ പ്രസ്ഥാനത്തിന്റെ വേഗത കുറഞ്ഞു. ഏതൊരു പ്രസ്ഥാനത്തെയും പോലെ നേതൃത്വത്തിന്റെ കരുത്തായിരുന്നു മാവോയിസ്റ്റുകളുടെയും ഊർജം. ചാരു മജുംദാറിൽ നിന്ന് തുടങ്ങിയ ആ നിര ഇന്നെത്തി നിൽക്കുന്നത് അത്രയൊന്നും വെളിച്ചം കാണാത്ത പേരുകളിലാണ്. വർഷങ്ങളോളം പ്രസ്ഥാനത്തെ നയിച്ച മുപ്പാല ലക്ഷ്മൺറാവു എന്ന ഗണപതിക്ക് ശേഷം ഇന്ന് CPI മാവോയിസ്റ്റ് പാർട്ടിയുടെ അമരത്തുള്ളത് തിപ്പിരി തിരുപത്തി എന്ന ദേവ്ജിയാണ്. ഇവരൊപ്പം കേന്ദ്ര കമ്മിറ്റിയിൽ നിർണായക തീരുമാനങ്ങളെടുക്കുന്ന മല്ലോജുല വേണുഗോപാൽ, മിസിർ ബെസ്ര തുടങ്ങിയവർ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ മുൻനിരക്കാരാണ്. എന്നാൽ പഴയകാല നേതാക്കളിൽ പലരും ഇന്നൊന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളാൽ കാടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. പുതിയ തലമുറയെ തങ്ങളുടെ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയാത്തതും പ്രമുഖ നേതാക്കളുടെ അഭാവവും ഇന്നീ ചുവന്ന കോട്ടകളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. നേതൃത്വത്തിലെ ഈ ശൂന്യത മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ഇന്ന് ചുവന്ന ഇടനാഴി ചുരുങ്ങിയിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മഹാരാഷ്ട്രയിലെ ഗഡ്ജിരോളിയിലും മാത്രമായി അതൊതുങ്ങി. ആയിരക്കണക്കിന് മാവോയിസ്റ്റുകൾ തോക്കുപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് മടങ്ങിവന്നു. സർക്കാർ അവർക്ക് കൃഷിഭൂമിയും ജോലിയും വാഗ്ദാനം ചെയ്തു. രക്തരൂക്ഷിതമായ വിപ്ലവത്തിനു പകരം ജനാധിപത്യം വിജയിക്കുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനം വന്നത് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്നായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലും പൊതുവേദികളിലും ആത്മവിശ്വാസത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് നക്സലിസം അതിന്റെ അവസാന ശ്വാസം വലിക്കുകയാണ്. കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രഖ്യാപനമായിരുന്നില്ല അത്. സീറോ ടോളറൻസ് എന്ന നയത്തിലൂടെ മാവോയിസ്റ്റുകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കാനും അവരുടെ ആശയപ്രചരണങ്ങളെ ഡിജിറ്റൽ യുഗത്തിൽ പ്രതിരോധിക്കാനും ഭരണകൂടത്തിന് സാധിച്ചു. 2026ഓടെ ഇന്ത്യയെ നക്സൽ മുക്തമാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ചോരക്കളിക്ക് വിരാമമിടാനുള്ള അവസാനത്തെ ആണിയായിരുന്നു. സുരക്ഷാസേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനൊപ്പം തന്നെ മാവോയിസ്റ്റ് തട്ടകങ്ങളിൽ ഫോർട്ട് മാതൃകയിലുള്ള പോലീസ് ക്യാമ്പുകൾ സ്ഥാപിച്ചും വികസനമെത്തിച്ചും സർക്കാർ ഈ വിപ്ലവത്തിന്റെ വേരുകൾ അറുത്തുമാറ്റി. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയായിരുന്ന ഈ ആഭ്യന്തര കരിനിഴൽ അധികം വൈകാതെ ചരിത്രപുസ്തകങ്ങളിലെ ഒരു ഓർമ്മ മാത്രമായി മാറുമെന്ന് ഈ പ്രഖ്യാപനം അടിവരയിട്ടു. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നക്സൽബാരിയിലെ ചെളിപുരഞ്ഞ മണ്ണിൽ നിന്നുയർന്നുപൊങ്ങിയ ആ മുഷ്ടികൾ ഇന്ന് തളർന്നിരിക്കാം. പക്ഷേ ആ ചരിത്രം ഇന്ത്യക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. തോക്കിൻകുഴലിലൂടെ അധികാരം പിടിച്ചെടുക്കാമെന്ന മാവോയുടെ സിദ്ധാന്തം പരീക്ഷിക്കപ്പെട്ട ഈ മണ്ണിൽ ഒടുവിൽ വിജയിക്കുന്നത് ജനാധിപത്യത്തിന്റെ അചഞ്ചലമായ കരുത്താണ്. ആയിരക്കണക്കിന് യുവാക്കളുടെ ചോരയും യൗവനവും ഹോമിക്കപ്പെട്ട ഈ ചുവന്ന ഇടനാഴിയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത് യുദ്ധത്തിന്റെ നിലവിളികളല്ല, മറിച്ച് മാറ്റത്തിന്റെ പുതിയ താളങ്ങളാണ്. കാടിന്റെ ഇരുളടഞ്ഞ മൂലകളിൽ വിപ്ലവത്തിന്റെ കവിതകൾ ചൊല്ലിയവർ ഇന്നു തിരിച്ചറിയുന്നു, യഥാർത്ഥ വിപ്ലവമെന്നത് രക്തം ചൊരിയലല്ല, മറിച്ച് തങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്ന അറിവും ആരോഗ്യവും അന്തസ്സുള്ള ജീവിതമാണെന്ന്. ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും അവഗണനകളും പട്ടിണിയുമാണ് വിപ്ലവകാരികൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കിയത് എന്നതൊരു നഗ്നസത്യമാണ്. എന്നാൽ ഇന്ന് പണ്ടൊരിക്കലും എത്താത്ത ഉൾക്കാടുകളിലേക്ക് വികസനത്തിന്റെ വെളിച്ചം റോഡുകളായും മൊബൈൽ സിഗ്നലുകളായും സ്കൂളുകളായും എത്തിച്ചേരുമ്പോൾ മാവോയിസം എന്ന ആശയത്തിന് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഗറില്ല യുദ്ധമുറകളിലൂടെ ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന വ്യാമോഹം കാലഹരണപ്പെട്ടുകഴിഞ്ഞു. ഛത്തീസ്ഗഡിലെയും ഒഡീഷയിലെയും മലനിരകളിൽ നിന്ന് ഇപ്പോഴും വെടിയച്ചകൾ ഉയരുന്നുണ്ടാകാം. ഇന്നും ചിലയിടങ്ങളിൽ ചുവന്ന കൊടികൾ പാറുന്നുണ്ടാകാം. പക്ഷേ ആ പോരാട്ടത്തിന് പഴയ ആവേശമോ ജനപിന്തുണയോ ഇന്നില്ല. മുഖ്യധാരയിലേക്ക് മടങ്ങിവരുന്ന ഓരോ മാവോയിസ്റ്റും ഒരു പുതിയ സന്ദേശമാണ് നൽകുന്നത്. നശാനമല്ല, നിർമ്മാണമാണ് ഭാവിയെന്ന്.
സൈനികമായ അടിച്ചമർത്തലുകൾക്കപ്പുറം സ്നേഹവും കരുണയും തുല്യനീതിയും കൊണ്ടു മാത്രമേ ഈ മുറിവുകൾ ഉണക്കാൻ കഴിയൂവെന്ന കാലം തെളിയിക്കുന്നു. ഇന്ത്യയുടെ ഹൃദയഭാഗത്തെ ആ ചുവന്ന കറ പതുക്കെ മാഞ്ഞുപോകുമ്പോൾ അവിടെ പുതിയൊരു പുലരി വിരിയുകയാണ്. തോക്കുകൾ നിശബ്ദമാകുന്ന, ബാലറ്റുകൾ സംസാരിക്കുന്ന, ആദിവാസിയുടെ പാട്ടിന് മരണത്തിന്റെ ഭയമില്ലാത്ത ഒരു പുലരി. നക്സൽബാരിയിൽ തുടങ്ങി ദന്തേവാഡയിലൂടെ കടന്നുപോയ ഈ ചോരപുരഞ്ഞ അധ്യായം അവസാനിക്കുമ്പോൾ ചരിത്രം നമ്മോട് പറയുന്നത് ഒന്നുമാത്രം: ബുള്ളറ്റുകളേക്കാൾ ശക്തി ബാലറ്റുകൾക്കും, വിദ്വേഷത്തേക്കാൾ ശക്തി വികസനത്തിനുമാണ് എന്ന്. നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.